ഇറാനെതിരെ പ്രത്യാക്രമണത്തിനൊരുങ്ങി ഇസ്രയേൽ. വ്യാപക യുദ്ധത്തിലേക്ക് പോകാത്ത വിധം കൃത്യവും പരിമിതവുമായിരിക്കും പ്രത്യാക്രമണമെന്ന് ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചു. ഇസ്രയേലാണ് തീരുമാനിക്കേണ്ടതെന്നും അതേസമയം യുദ്ധവാപ്തി തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് അമേരിക്കയുടെ നിലപാട്. ഇന്നലെ ചേർന്ന 3 മണിക്കൂർ നീണ്ട ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭാ യോഗത്തിലാണ് ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ ധാരണ. തിരിച്ചടിയുടെ സ്വഭാവവും വ്യാപ്തിയും നിർണയിച്ചിട്ടുമില്ല. ഇന്ന് വീണ്ടും യുദ്ധകാര്യ മന്ത്രിസഭാ യോഗം ചേരും. 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തിയ ഇറാൻ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് സൈനിക മേധാവി റാവ് അലുഫ് ഹെർസി ഹലേവി പറഞ്ഞു. ഇറാന്റെ ആക്രമണം നടന്ന നവാദീം എയർബേസ് സന്ദർശിച്ചാണ് സൈനിക മേധാവിയുടെ പ്രതികരണം. ഇറാനെ ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനെ അറിയിച്ചു. പ്രത്യാക്രമണം തീരുമാനിക്കേണ്ടത് ഇസ്രയേലാണെന്ന് പെന്റഗൺ വ്യക്തമാക്കി. അതേസമയം സംഘർഷം വ്യാപിക്കുന്നത് തടയാനാണ് അമേരിക്കയുടെ നീക്കമെന്നും പെന്റഗൺ അറിയിച്ചു. അമേരിക്കയുമായി കൂടിയാലോചിച്ചാകും പ്രത്യാക്രമണ നീക്കമെന്ന് ഇസ്രയേൽ സൈനിക രാഷ്ട്രീയ നേതൃത്വം പ്രതികരിച്ചു. അപകടകരമായ കടന്നുകയറ്റത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാവരും തയ്യാറാകണമെന്ന് ചൈനയും കാനഡയും ആവശ്യപ്പെട്ടു. സംഘർഷം വ്യാപിക്കുന്നത് തടയാൻ വിവേകപൂർണമായ നടപടി സ്വീകരിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞു. ഖത്തർ അമീർ, ഇറാൻ, തുർക്കി പ്രസിഡന്റുമാരുമായി ഫോണിൽ സംസാരിച്ചു. അമേരിക്കൻ സൈനിക മേധാവി സൗദി സൈനിക നേതൃത്വവുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. കോൺസുലേറ്റ് ആക്രമണത്തിനുള്ള മിനിമം നടപടി മാത്രമാണ് കഴിഞ്ഞ ദിവസം നൽകിയതെന്നും പ്രത്യാക്രമണം ഉണ്ടായാൽ മാരകവും വ്യാപ്തിയുള്ളതുമായിരിക്കും മറുപടിയെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി ഇസ്രയേലിന് താക്കീത് നൽകി. അതിനിടെ ഗാസയിലെ റഫയ്ക്ക് നേരെയുള്ള കരയാക്രമണം തൽക്കാലം നിർത്തിവെക്കുന്നതായി ഇസ്രയേൽ അറിയിച്ചു. ഇറാനെതിരായ പ്രത്യാക്രമണ നീക്കത്തിന്റെ വെളിച്ചത്തിലാണിത്. അധികം വൈകാതെ റഫേൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ച് ഹമാസിനെ അമർച്ച ചെയ്യുമെന്നും ഇസ്രയേൽ സൈനിക വക്താവ് വ്യക്തമാക്കി. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ നടന്ന ആക്രമണങ്ങളിൽ 63 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ വ്യോമകര ആക്രമണത്തിൽ തകർത്ത അൽഷിബ ആശുപത്രി അടക്കം 2 കൂട്ടക്കുഴിമാടം കണ്ടെത്തി. ഇസ്രയേൽ സൈന്യം വകവരുത്തിയ സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം 400-ലധികം പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. ആശുപത്രിക്ക് നേരെ ആക്രമണം നടത്തിയ ഇസ്രയേൽ സൈന്യം പലസ്തീനുകളെ കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാടം തീർത്ത് മറവ് ചെയ്യുകയായിരുന്നു. പലസ്തീൻ വിഷയത്തിലുള്ള ശാശ്വത പരിഹാരമാണ് മേഖലയിൽ സമാധാനത്തിനുള്ള വഴിയെന്ന് ഖത്തറും UAEയും പറഞ്ഞു. ഇറാൻ ഇസ്രയേൽ വിഷയത്തിൽ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ വേണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു. ഖത്തർ അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽ ഥാനിയും UAE പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ഫോണിൽ നടത്തിയ ചർച്ചയിലാണ് ആവശ്യം ഉന്നയിച്ചത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം രമ്യമായി പരിഹരിക്കണമെന്നും ഗാസയിൽ ഉടൻ വെടിനിർത്തൽ സാധ്യമാക്കണമെന്നും ഇരു നേതാക്കളും ആവശ്യപ്പെട്ടു. മേഖലയുടെ ശാശ്വത സമാധാനത്തിന് പലസ്തീൻ പ്രശ്നത്തിൽ അന്തിമ പരിഹാരം കാണണമെന്നും ഖത്തറും UAEയും വിലയിരുത്തി. അതിനിടെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിനുള്ള പ്രത്യാക്രമണത്തിൽ ഇസ്രയേലിന് ആശയക്കുഴപ്പം, അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദവും മന്ത്രിസഭാംഗങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയും കാരണം വിഷയത്തിൽ തീരുമാനമെടുക്കാനാകാതെ വിഷമവൃത്തത്തിലാണ് ഇസ്രയേലെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുദ്ധവ്യാപനത്തിന് തുനിയരുതെന്നും നല്ലതുപോലെ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ തങ്ങൾ പങ്കാളിയാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ മേഖലയിൽ പ്രത്യാഘാതം ഭയാനകമായിരിക്കുമെന്ന് ഇറാൻ, റഷ്യ വിദേശകാര്യമന്ത്രിമാരും വ്യക്തമാക്കിയിരുന്നു. ഇറാന്റെ ആക്രമണത്തിന് കനത്ത മറുപടി നൽകണമെന്ന് മന്ത്രിമാരായ ബെന്നി ഗാൻസ്, നാഷണൽ യൂണിറ്റി പാർട്ടി നേതാവ് ഗാന്ധി ഈസൻകോട്ട് എന്നിവർ മന്ത്രിസഭാ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇതിനെ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും IDF മേധാവി ഹെർസി ഹലേവിയും ശക്തമായി എതിർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.